ആളുകൾക്കൊരു ധാരണയുണ്ട്, പ്രോട്ടീൻ വേണം, ആരോഗ്യം നിലനിർത്താൻ പ്രോട്ടീൻ വേണം. എന്തായി പ്രോട്ടീൻ? പ്രോട്ടീൻ വേണ്ടേ? അതിന് ഇറച്ചി, മുട്ട, പാല്, പ്രോട്ടീൻ പൗഡർ, അങ്ങനെ പലതുമൊക്കെ കഴിക്കണ്ടേ? 80 കിലോ 100 കിലോ വരെ മനുഷ്യന് തൂക്കം ഉണ്ടാവാം. ഒരാനയുടെ തൂക്കം എത്രയാ? ഒരാനയ്ക്ക് എത്ര പ്രോട്ടീൻ വേണം? എത്ര കാൽഷ്യം ഉണ്ടെങ്കിലാണ് ആനയുടെ എല്ലുകൾക്ക് ബലം കിട്ടുക? എന്നിട്ട് ആന മുട്ട കഴിച്ചിട്ടാ പ്രോട്ടീൻ നേടുന്നത്, കാൽഷ്യം ഉണ്ടാക്കുന്നത്. കച്ചവട വൈദ്യശാസ്ത്രത്തിന്റെ ഇത്തരത്തിലുള്ള കെണികളിൽ പോയി നിങ്ങൾ വീഴല്ലേ. പഴങ്ങളിലും പ്രോട്ടീൻ ഉണ്ട്, പച്ചക്കറിയിലും പ്രോട്ടീൻ ഉണ്ട്, അരിയിൽ പ്രോട്ടീൻ ഉണ്ട്, കുറഞ്ഞ അളവിലാണെങ്കിലും. ഒരു മനുഷ്യന് 1 കിലോ തൂക്കമുണ്ടെങ്കിൽ 1 ഗ്രാം 1.2 ഗ്രാം 1 കിലോയ്ക്ക് അത്രയേ ആവശ്യമുള്ളൂ. നിങ്ങൾ കരുതുന്നത് പോലെ കൂടുതൽ പ്രോട്ടീൻ ശരീരം ആവശ്യപ്പെടുന്നില്ല. ശരീരത്തിന് ഇത്രയല്ലേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കാട്ടിലെ ആനയ്ക്ക് മരക്കമ്പ് വലിച്ചൊടിച്ച് തിന്നിട്ട് ഈ വലിയ തടി കൊണ്ട് നടക്കാനുള്ള പ്രോട്ടീനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, കാൽഷ്യം കിട്ടുന്നുണ്ടെങ്കിൽ, മഗ്നീഷ്യവും സോഡിയവും, കാട്ടാന ഏതുപ്പാണ് ഉപയോഗിക്കുന്നത്? റോക്ക് സോൾട്ടാണോ, സീ സോൾട്ടാണോ, അയോഡിൻ ഉപ്പാണോ? ഏതുപ്പാ ഉപയോഗിക്കുന്നത്? മുട്ടയും പാലും ഇറച്ചിയും കഴിച്ചില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവുമോ? ഈ പ്രകൃതിക്കാരൊക്കെ കണ്ടില്ലേ മെലിഞ്ഞിങ്ങനെ ഇരിക്കണത്? അങ്ങനെ ഇരുന്നാ മതിയോ? അബദ്ധധാരണകളിൽ നിന്ന് രക്ഷപ്പെടുക. കച്ചവട വൈദ്യശാസ്ത്രം ഇതുപോലുള്ള നിരവധി കെണികൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഊർജസ്വലത, നിങ്ങളുടെ ഉന്മേഷം, ഉത്സാഹം, തേജസ്, ഓജസ്, പ്രസന്നത, ക്ഷീണമില്ലാതെ ജോലികൾ ചെയ്യാനുള്ള കരുത്ത്, അത് ഏറ്റവും കൂടുതലുള്ളത് പ്രകൃതി ജീവനം പാലിക്കുന്നവർക്കാണ്.